இல்லமே மோகம் தெல்லும் அசன சயனதியில் இல்லமே மோகம் தெல்லும் அசன சயனதியில் மோகம் தெல்லும் அசன சயனதியில் மோகம் தெல்லும் அசன சயனதியில் மோகம் தெல்லும் அசன மோகம் தெல்லும் அசன மோகம் தெல்லும் அசன சயனதியில் இல்லமே மோகம் தெல்லும் அசன சயனதியில் மோகம் தெல்லும் அசன சயனதியில் மோகம் தெல்லும் அசன சயனதியில் மோகம் தெல்லும் அசன சயனதியில் இல்லே தயவென்னில் கொல்லோ நீலவர்ணனு மனமு இல்லே தயவென்னில் கொல்லோ நீலவர்ணனு மனமு சாங்கீதமணி ரமகத மகரி நிருகமக மதனி ரபதனி தனி சரி கமகரி சனி தகரி சனி ரிசனி சனி ரிசனி ரமகரி Keralotsavam GMS Keralotsavam
GMS Keralotsavam. ബന്ധങ്ങളുടെ മൂല്യം പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യമായി സ്വന്തമാക്കുന്ന നിങ്ങളുടെ ഇഷ്ടഭവനവും. മാർക്കറ്റിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി യഥാസമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. ഞാൻ അലക്സ് അലക്സാണ്ടർ ഫ്രം റിമാക്സ് കമ്മ്യൂണിറ്റി. GMS Keralotsavam. GMS Keralotsavam. ഇത് TMS കേരളോത്സവം 2020 നമ്മുടെ മോഹിനിയാട്ടം സൂപ്പർ സീനിയർ കണ്ടസ്റ്റൻസ് ആണ് ഇതുവരെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ഇസ് ചെസ് നമ്പർ 110. മറ്റേ അവർ പോയല്ലോ, ഐ ഫോർഗോട്ട് ടു മെൻഷൻ ദാറ്റ്. കുഴപ്പമുണ്ടോ? ജഡ്ജ് ബ്രേക്കിന് പോയിരിക്കുക.
TMS കേരളോത്സവം.
കേരളോത്സവം GMS കേരളോത്സവം GMS കേരളോത്സവം GMS കേരളോത്സവം ബന്ധങ്ങളുടെ മൂല്യം പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യമായി സ്വന്തമാക്കുന്ന നിങ്ങളുടെ ഇഷ്ടഭവനവും. മാർക്കറ്റിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി യഥാസമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. ഞാൻ അലക്സ് അലക്സാണ്ടർ ഫ്രം റിമാക്സ് കമ്മ്യൂണിറ്റി. GMS കേരളോത്സവം GMS കേരളോത്സവം
ഇത് TMS കേരളോത്സവം. അടുത്തതായി ശരിക്കും മിമിക്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അധികം മത്സരാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത ഐറ്റത്തിലേക്ക് മൂവ് ചെയ്യാണ്. It's going to be fancy dress single seniors, which means grade 5 to 8. ആദ്യമായി വേദിയിൽ 114, ചെസ് നമ്പർ 114. നമസ്കാരം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോണ മണിച്ചിത്ര താര എന്ന സിനിമയില് ശോഭന അഭിനയിച്ച ഗംഗ എന്ന കഥാപാത്രമാണ്. വിടമാട്ടെ, വിടമാട്ടെ. അപ്പൊ നീ എന്നെ എങ്കിലും പോക വിടമാട്ടെ. ஐயோக்கே நாயே, உனக்கு எவ்வளவு தைரியம் வேண்டது இப்போ என் கண் முன்னாடி வந்து நிறுத்த. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்ன உன் ரத்தத்தை குளிச்சு நடுவேன். എനിക്ക് എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റി? TMS കേരളോത്സവം, TMS കേരളോത്സവം. Hello, I'm Michael Jackson. Be there, be there, be there, be there. Just beat it. Just beat it. Just beat it. Come on, everybody! Do the dance! Clap your hands! Come on! Come on! Thank you.
TMS Keralotsavam 2020-ൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ സീനിയർ ലെവൽ മത്സരാർത്ഥി അവസാനത്തെ മത്സരാർത്ഥിയാണ്. ചെസ് നമ്പർ 176. Looking into my ball, crystal clear, I sense the end of Corona is near. By the end of 2020, this pandemic will be over and we will have fun aplenty. വീഡിയോ ഓഫ് ചെയ്യണോ? TMS Keralotsavam, TMS Keralotsavam. ബന്ധങ്ങളുടെ മൂല്യം പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യമായി സ്വന്തമാക്കുന്ന നിങ്ങളുടെ ഇഷ്ടഭവനവും. മാർക്കറ്റിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി യഥാസമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. ഞാൻ അലക്സ് അലക്സാണ്ടർ ഫ്രം റിമാക്സ് കമ്മ്യൂണിറ്റി. TMS Keralotsavam, TMS Keralotsavam.
ഇത് TMS കേരളോത്സവം 2020. എനിക്കിപ്പോൾ സിനിമാറ്റിക് ഡാൻസ് അതർ ലാംഗ്വേജസ് ഇന്ന് രാവിലെ നടന്നിട്ടുള്ള ആ ഒരു മത്സരങ്ങളുടെ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? വളരെ നല്ല ടൈറ്റ് കോമ്പറ്റീഷനും കൂടിയായിരുന്നു. സൂപ്പർ സീനിയറിൻ്റെ റിസൾട്ട്സ് ആണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ജഡ്ജസ് പറയൂ, ആദ്യം ആരെ വിളിക്കണ്ടേ? തേർഡ്. ഓക്കെ. അവർ തേർഡ് വിന്നർ ഇസ് സൂര്യ സുധീന്ദ്രൻ. other languages. ഇനി സെക്കൻഡ് പറയട്ടെ. Our second winner is Harvey Karata. And our winner is Magna Karthik. So now moving on to junior fancy dress competition. Next we have on stage chess number 115, junior. ഈയിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വിട്ടുപൂച്ചേനെ തങ്കപ്പൂച്ചേനെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്ന് ഞാൻ ഒരു പുതിയ കൂട്ടുകാരുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും കൈ കഴുകാൻ പറ്റില്ലായിരിക്കും. അത് കാരണം നിങ്ങൾ എണ്ണ ഉപയോഗിച്ച് കൈ തൂക്കുമ്പോൾ നിങ്ങളുടെ കൈ ക്ലീൻ ആവും. അപ്പം എന്റെ പേരാണ് ഹാൻഡ് സാനിറ്റൈസർ. കൈ വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ കഴുകുന്നതായിരിക്കും നല്ലത്. Bye. Until then, I will come with another way. Until then, bye. Thank you. അടുത്തതായി വേദിയിൽ വരാൻ പോകുന്നത് ചെസ് നമ്പർ 127 and then 128. രണ്ടും ജൂനിയർ.
ആണോ ഒരാളല്ല ഒരാള് ഓക്കെ 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 ഹോൾഡ് ചെയ്യട്ടെ ഫോൺ കെട്ടണോ ഓക്കെ ആശ നിന്നെ കാണുന്നുണ്ട് കുഴപ്പമില്ല. ഹലോ, ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞാപ്പി. Press here to charge. Press here to turn on. Press here to turn off. അടുത്താള് പോയിക്കോട്ടെ അടുത്താള് പോയിക്കോട്ടെ അടുത്ത് പോയിട്ട് ഞാൻ കൊറോണ വൈറസ്. GMS Keralotsavam. GMS Keralotsavam. ബന്ധങ്ങളുടെ മൂല്യം പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യമായി സ്വന്തമാക്കുന്ന നിങ്ങളുടെ ഇഷ്ടഭവനവും. മാർക്കറ്റിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി യഥാസമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. ഞാൻ അലക്സാണ്ടർ ഫ്രം റിമാക്സ് കമ്മ്യൂണിറ്റി. GMS Keralotsavam. GMS Keralotsavam. TMS കേരളോത്സവത്തിൽ അടുത്ത നമ്മുടെ മത്സരാർത്ഥി ചെസ് നമ്പർ 152 ജൂനിയർ ലെവൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. ഓക്കെ, തോഴിമാരെ, നിങ്ങൾ ഇത് എവിടെയാണ്? ഇത് കണ്ടില്ലേ? എന്റെ കാലിലൊരു
ഗർഭവതിയൊക്കെ എണീക്കുന്നത് ഒന്ന് വരൂ, വേദനിച്ചിട്ട് വയ്യ. Thank you. Now let me call upon stage our last contestant, chess number 188. Okay, good. Okay, ready അല്ലേ? എന്റെ പേര് മധു. ഒരു പക്ഷെ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല. എങ്ങനെ ഓർക്കാൻ? എല്ലാവരും കൊറോണന്റെയും സ്വർണ്ണ കേസിന്റെയും പുറകിലല്ലേ? 2 വർഷങ്ങൾക്ക് മുമ്പ് വയറ് കരഞ്ഞപ്പോ കുറച്ച് ചോറ് കട്ടതിന്റെ പേരിൽ നിങ്ങളൊക്കെ അടിച്ചു ചവിട്ടിയും കൊന്ന മധു. വലിയ കള്ളന്മാരുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന ഒരു പാവം കള്ളൻ ഞാൻ. നിങ്ങൾ ഓർക്കണം, ഞാൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങൾക്കിടയിൽ പല രൂപത്തിൽ പല പേരുകളിൽ ഞാൻ മധു. TMS Keralotsavam, TMS Keralotsavam. Competition ആണ്. ഇനി സബ് ജൂനിയർ കാറ്റഗറിയാണ് നടക്കാൻ പോകുന്നത്. Let me call upon stage chess number 102. തക്കാളി
വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പച്ചക്കറി പച്ചക്കറി ചേച്ചിമാരെ വായോ വായോ നല്ല ഫ്രഷ് പച്ചക്കറി ചേച്ചിമാരെ വരുന്നു. ഇതെന്താ പച്ചക്കറി മാത്രമല്ലല്ലോ ഫ്രഷ് ആവണ്ടേ, ഞാനും ഫ്രഷ് ആവണ്ടേ ചേച്ചി. ചേച്ചി കണ്ടു എന്താ ഞാൻ എന്നെ കൊണ്ടുവന്നത്? നല്ല ചുമന്ന തക്കാളി, ഇതുണ്ടോ നല്ല പച്ച പാവയ്ക്ക, കാരറ്റ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ഇതുണ്ടോ നമ്മളുടെ പച്ചമുളകുണ്ട്. ഇത് എല്ലാം എന്റെ വീട്ടിൽ നട്ടതാ ചേച്ചി. ചേച്ചി ചേച്ചിന്റെ വീട്ടില് നമ്മളുടെ പിള്ളേർക്ക് പിച്ചമ്പകൾ കൊടുത്താൽ പോരാ, നല്ല ഫ്രഷ് പച്ചക്കറി കൊടുക്കണം ചേച്ചി. നമ്മളുടെ വീട്ടില് ബാക്ക് ഗാർഡിലോ ബാൽക്കണിയിലോ നടാൻ പറ്റും ചേച്ചി. Grow your veggies and enjoy them. Thank you. ഇത് TMS കേരളോത്സവം. പണ്ടത്തെ രേവതിന് ഓർമ്മ വരികയാണ്. കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ചോദിക്കുന്ന ആ ഒരു ഡയലോഗ് വളരെ ഫേമസ് ആയിരുന്നു ഒരിടയ്ക്ക് അല്ലേ. പല മത്സരവേദികളിലും കേൾക്കാറുള്ള ഒരു സ്ഥിരം ഇതായിരുന്നു. പിന്നെ മാറിയിട്ട് ഇപ്പോൾ തോന്നുന്നു മഞ്ജു വാര്യരുടെ ആ ഒരു ഡയലോഗ് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നുള്ള ഡയലോഗായി പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ട്. ഇപ്പോൾ ഒരു കുട്ടി പച്ചക്കറിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു, കഞ്ഞി ഉണ്ടോ ആവോ അറിയില്ല. എനിവേ, മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്, ചെസ് നമ്പർ 132. Hi, I'm a hand sanitizer. Hi, I'm a sanitizer. I keep your hands clean from any germs, bacteria, virus. If you don't pour me, you'll be sick. If you pour me, you will be protected. Make sure to wash your hands before and after food. After using washroom, don't enter your house with dirty hands. Don't touch your eyes, nose, mouth with dirty hands. Stay safe, stay healthy. Thank you. GMS Keralotsavam. Hello. Hello. റെഡി അല്ലേ?
Now let me call upon stage our last contestant, chess number 194 from the sub-junior category, fancy dress. Hello, everybody. I'm your Dr. Chen. The coronavirus is everywhere. Please remember to put your mask before you go out. And please remember to sanitize your hands all the time. No, it wasn't me spreading the coronavirus. It wasn't me. TMS Keralotsavam. TMS Keralotsavam.
Keralotsavam. TMS Keralotsavam. ബന്ധങ്ങളുടെ മൂല്യം പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യമായി സ്വന്തമാക്കുന്ന നിങ്ങളുടെ ഇഷ്ടഭവനവും. മാർക്കറ്റിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി യഥാസമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. ഞാൻ അലക്സ് അലക്സാണ്ടർ ഫ്രം റിമാക്സ് കമ്മ്യൂണിറ്റി. TMS Keralotsavam. TMS Keralotsavam. ഇത് TMS അവതരിപ്പിക്കുന്നു കേരളോത്സവം 2020. നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ അരങ്ങേറുകയുണ്ടായി. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അങ്ങനെ പല പല പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ജഡ്ജ് ചെയ്യാന്നുള്ളതൊരു വലിയൊരു ടാസ്ക്കാണ്. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച 3 ജഡ്ജസിന് നമുക്ക് ഒരു മെമൻറ്റോ ഒക്കെ നൽകി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ളൊരു സമയമാണ്. അതിനായിട്ട് ഞാൻ TMSൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ വളരെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സാബു ജോസ് കാട്ടുകുടിയിൽ അവർക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ആൻഡ് ലെറ്റ് മി ഓൾസോ കോൾ അപ്പോൺ സ്റ്റേജ് ജോസ് കുട്ടി ചൂരവടി, അവർ സെക്രട്ടറി. ആൻഡ് ഐ വിൽ ഓൾസോ കോൾ അപ്പോൺ സ്റ്റേജ് മനു മാത്യു, അവർ എൻ്റർടൈൻമെൻറ്റ് കൺവീനർ. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു സൂര്യകല ചന്ദ്രിക ജീവാനന്ദൻ മാം. She's an artistic director of Sriram Srishti School of Bharatanatyam. Yes. She's not a Malayali, but still she's a huge support to TMS family. എങ്ങനെയായിരുന്നു പെർഫോമൻസ്? ലൈക്ക് വാട്ട് ഈസ് യുവർ ടേക്ക് അവേ? Okay. Shri Gurupyo Namaha. My humble pranams to everyone. This was really, I was so privileged and honored to be here as one of the judge to witness all these young dancers. And I was so surprised, actually not surprised, because in Canada, children are participating in many events and effectively spending their time is not the new thing to me. There are some of the children I really wanted to point out. They are very good in all forms of dance like Bharatanatyam, Kuchipudi and Mohiniyattam and all. It's so hard, at least to keep in touch with one dance, doing it properly, it's so hard. But some of them, they were very extremely good. And the other thing, they also doing the cinematic dance, freestyle dance, which is very energetic. And the step and the choreography, most of the dancers, I think, they choreograph themselves. It's so good, and I'm so happy to get to know this community, all the people here. And I was so honored, and the great respect you have given me, it was really remarkable. And thank you so much. And once again, always my support will be here for the Keralotsavam. And thanks for inviting me as one of the judge. And to see this, spend this wonderful time, these last 2 days, today and yesterday was tremendously. I enjoyed seeing the performances. Thank you so much for each and every one of you. Any advice for these kids? What they should do differently next time? Is there anything that... One thing I wanted to tell, because in Indian classical dance, so in India itself, how much we have given the importance to classical dance, the same way there are it's a precious, the folk dances of India. It has its own beauty, and it carries the value of the culture. So I request all the children, maybe next time when you are participating, you take some, when you are doing it, the fusion, you can mix with
cut paste with 2 different or 3 more songs, different songs, film songs, you can do that. But when it comes to folk dances, better to stick with one traditional folk dance, whichever the one you are. Either if Bhangra means you take one proper Bhangra song and do your dance. That will be better to show your talent as well as the people also can see and they can understand the value of Indian folk dance, which is very important. I personally, I learned folk dances too when I was studying in Delhi. It has its culture and richness. So that is the only thing I wanted to tell. Other than that, the quality of music and everything was very good. Sometimes, since we are doing it with it's in a Zoom, so maybe technical errors, that's all. But that can't we make it as a quality music is not good or anything. They all chosen a very good items and very good, especially in current situation like this, you have taken a big attempt. Thank you so much. Thank you. വലിയ ധൈര്യശാലികളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. വളരെ ബ്രേവ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു ശരിക്കും മാം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ബിഗ് സല്യൂട്ട് ഫ്രം all of us. Memento? Yeah, just say a few words. As I said yesterday when we started, sitting as judges for a whole day is not a joke. It's not so easy. So we had 4 judges yesterday, including Sujata Suresh. And all these judges, they were very crucial to the smooth conducting of our program. And wholeheartedly, I would like to thank all the judges, and especially Surikala teacher, who is a very experienced teacher. See, from her words, we can judge how much she is attached. She is committed to this art forms and giving the good attitude and education in this field. So thank you so much for coming and being a judge with us for 2 days. It was so tedious, we know, and once again thank you so much. And as a token of appreciation on behalf of the TMS, we are giving her a plaque. Please accept it. നേരത്തെ സാബുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നമ്മുടെ കൂടെ സുജാത സുരേഷ് എന്നുള്ള ഒരു ജഡ്ജ് കൂടി ഉണ്ടായിരുന്നു. വി ആർ റിയലി താങ്ക്ഫുൾ ടു യു. ഐ നോ യു കുഡൻ മേക്ക് ഇറ്റ് ടുഡേ. പക്ഷേ ഞങ്ങളുടെ ആ ഒരു സ്നേഹോപഹാരം വീട്ടിലെത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് TMSന്റെ ഈ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതായി ലെറ്റ് മീ കോൾ അപ്പോൺ സ്റ്റേജ് ഉണ്ണികൃഷ്ണൻ സുന്ദരം സർ. നമുക്കറിയാം ഒരു HR പ്രൊഫഷണലാണ്, IT റിക്രൂട്ടറൊക്കെയാണ്. പക്ഷെ വളരെയധികം കലയെ ആസ്വദിക്കുന്ന, കലയെ അറിയുന്ന 100-ൽ പരം സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വം. മിമിക്രിയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് പൊടിയായിട്ട് എടുക്കണോ? വേണ്ട, ഓക്കെ, ഞാൻ വെറുതെ വിട്ടിരിക്കണു. ഓക്കെ, അപ്പോൾ സാറിൻ്റെ അടുത്ത് 2 വാക്ക് പറയൂ. എന്തായിരുന്നു ഈ 2 ദിവസത്തിലുള്ള ഒരു എക്സ്പീരിയൻസും കുട്ടികളെ പറ്റിയിട്ടും ഒന്ന്. The experience എന്ന് പറയുന്നതിനെക്കാട്ടിലും I live through that. That's the most important thing to say. കാരണം I am associated with TMS since 2010 and I know almost everyone here. ഈ 2 ദിവസം I was not just judging, I was just living with you guys and living with the students. And first of all, I would like to thank the entire committee members. I'm not പേരെടുത്ത് ഓരോരുത്തരെയും പറയുന്നില്ല. I wanted to thank the president, the entire committee team members. That's very important for me because I was a part of this. Secondly, and especially I want to thank to Manu. Manu, കഴിഞ്ഞ ഒരു 2-3 years ആയിട്ട് Manu was calling me, like regularly.
and I'm being a participant as a judge. And it's an opportunity, and I really thank you, Manu, for that. And in the participate the students in the there is no winners, there is no losers. Okay, you all were best performers. ഒരു നിമിത്തം എന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത്. അതാന്നല്ല ഞാൻ സുധാച ടീച്ചറിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. വിന്നേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ 3 minutes one is little above the other, or in other words, there is a cumulative effort of all the judges, right? So each judges is viewing something different. So there's nothing called winners and losers. You all are winners. If not this time, next time there is always there. You all performed extremely well. So always there is next time, guys. And for those who have won the competition, congratulations. And those who have participated, more congratulations for the next time. And thank you very much for this opportunity. And thank you for the team. Thank you. Say a few words, Josuguti. Dear friends, we are very proud in having 4 judges, Unnikrishnan, Sujata, Suryagala, and another Sujata, Suresh. I know I'm a teacher and I have been teaching for 41 years. I honestly say that I cannot sit for more than an hour to do some work, even a marking paper or anything. Maximum time I can sit down and do my work is 1 hour, that's all. I have to take a break, 30 minutes break, again I have to come back and start my work. But in the case of these judges, they have been sitting here for around 10 hours. Yesterday they were sitting here around 8 to 10 hours. And today also they were sitting here for around 8-9 hours continuously. They had a break for maybe 15 minutes, 20 minutes during the lunch time. I really appreciate their dedication and the time what they have dedicated to Toronto Malayali Samajam and for the new artist, whoever is coming up. So on behalf of Toronto Malayali Samajam and the committee members, I extend my sincere thanks to all the 4 judges who spent their valuable time to judge our contestants. Thank you so much. As a token of appreciation, I would like to give a memento to Mr. Unnikrishnan. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ TMSന്റെ പെൺകരുത്ത് വൈസ് പ്രസിഡന്റ് ആനി ചേച്ചി. നമ്മുടെ അടുത്ത ജഡ്ജായിട്ടുള്ള സുജാത ഗണേഷ്, നമുക്കറിയാം വളരെ എല്ലാവർക്കും വളരെ പ്രിയങ്കരിയായിട്ടുള്ളൊരു ജഡ്ജ് കൂടിയാണ്. ഷീസ് എ ഡയറക്ടർ ഓഫ് SG എക്സ്പ്രഷൻസ്. അപ്പോൾ സുജാത ചേച്ചീനെ അനുമോദിക്കാനായിട്ട് ഞാൻ ആനി ചേച്ചീനെ വിളിച്ചുകൊള്ളാണ്. ആനി ചേച്ചി, ഫ്യൂ വേർഡ്സ്. ഹലോ എവ്രി വൺ. സുജാതയെ കുറേ വർഷങ്ങളായിട്ട് അറിയാം. വളരെ ഏബിൾ, വളരെ കേപ്പബിൾ. സുജാത ഡാൻസ് പഠിപ്പിച്ച പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഡാൻസ് അമേസിങ് പെർഫോമൻസസ് ആണ്. സുജാതയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഒരു കാര്യം പറയാൻ, ഇവരെല്ലാം പറഞ്ഞ പോലെ പേഷ്യൻസ്. ഒത്തിരി ഡിലേ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾക്ക് ഡിലേ വന്നു, ടെക്നിക്കൽ ഇഷ്യൂസും അതും ഒക്കെ ആയിട്ട്. എല്ലാവരും, all 3 of you judges, you were so patient with us. Thank you so much. Thank you, Sujata. Thank you. കൊടുക്കാറായിട്ടില്ല. ഞാൻ അതിന് മുന്നേ കുറച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കട്ടെ. സുജാത ചേച്ചി, എന്തൊക്കെയാണ് ഈ കുട്ടികളെ കുറേ കുട്ടികൾ അറിയുന്നതാണ് അല്ലേ? പേഴ്സണലി ഒക്കെ അറിയാം ചിലരെ, പക്ഷെ കുറേ പേര് അറിയില്ല. പല പല പ്രൊവിൻസിൽ നിന്നുള്ള കുട്ടികളുണ്ട്, US നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. കാരണം നമ്മൾ ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ 3 പേരും അത് എന്ത് കുട്ടിയാ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ബിക്കോസ് അറിയില്ലല്ലോ, കാരണം കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഇത്തവണ. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നല്ല ടഫായിരുന്നു അല്ലേ? ടൈറ്റ് കോമ്പറ്റീഷനും ആയിരുന്നു എല്ലാ തരത്തിലും. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പെർഫോമൻസസിലൊക്കെ. അപ്പോൾ എനിക്കറിയാം, ഐ നോ യു ഹാവ് സോ മച്ച് ടു ഷെയർ. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് TMSന് പ്രത്യേക ഒരു താങ്ക് യു നോട്ട്. ആൻഡ് Manu too, for always come with new ideas. I am very
എക്സൈറ്റഡ് ടു ടോക്ക് ടു മനു. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടും എന്തും ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു തോട്ടിൽ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആണ്. സോ മെനി പീപ്പിൾ നോ അബൌട്ട് ദാറ്റ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് അറ്റംപ്റ്റ്. പിന്നെ ജോസും കവിതയൊക്കെ പറഞ്ഞ പോലെ വെൻ യു ആർ ഡ്രൈവിംഗ് വിത്ത് യുവർ പാഷൻ, sitting for 10 hours, standing for 10 hours, working for 10 hours, it doesn't matter. So thoroughly we enjoyed, and I got to gather some friends in the company of Suryagala teacher. Sujaji ji is like my family, and Unni, very close friend. So it was fun having that time here, spending the time here. Pinne രണ്ടാമതായിട്ട് പറയാനുള്ളത് ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ പാർട്ടിസിപ്പൻറ്റ്സ് ഹു കെയിം ഫോർവേഡ്. ഇങ്ങനെ ഒരു പ്രത്യേക ഈ കൊറോണ പീരീഡിൽ നമ്മളെല്ലാവരും വി ഓൾ ആർ ഐസൊലേറ്റഡ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കുക, കമ്മിങ് ഫോർവേഡ് ടു പെർഫോം ആൻഡ് ഷോക്കേസ് യുവർ ടാലൻറ്റ്. ദാറ്റ് വാസ് റിയലി മോട്ടിവേറ്റിംഗ്. So hats off to all the parents who worked, all the teachers who trained their disciples, and all the kids who came forward. പിന്നെ ഒരു എനിക്ക് വളരെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് കുട്ടികളൊക്കെ വിർച്വലൊക്കെ ആണെങ്കിലും നമ്മളിവിടെ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിലേസ് ഉണ്ടായിരുന്നു, പക്ഷേ നോ വൺ വാസ് അഫക്റ്റഡ് വിത്ത് in their performance. That's what, even the small kids, they were bold enough, they were confident. That makes the point. Like these type of youth festivals, it is not for gaining fame. Allengil വീഡിയോ അരങ്ങേറ്റം അല്ലെങ്കിൽ ഞാൻ പ്രൈസ് വാങ്ങിയിട്ട് മേ ബി ഞാനിത് പറയുന്നത് it is not applicable to so many, but this is my personal thought as an artist, as a performer, as a human being. ഇതെല്ലാം നമ്മളെ നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് ഇറ്റ് ഈസ് ഗൈഡിങ് യു ടു കം വിത്ത് കോൺഫിഡൻസ് ടു ഫേസ് തിങ്സ് വാട്ട് കം. യു മൈറ്റ് ബി വിന്നർ ഓർ യു ഡിഡ്ന്റ് വിൻ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബട്ട് യു കീപ്പ് ഓൺ എക്സ്പ്ലോറിങ് യുവർ പാഷൻ ആൻഡ് യുവർ ആക്ടിവിറ്റീസ്. യു ഡോണ്ട് നോ, എനിക്കൊരു ചെറിയ കാര്യം ഈ കുഞ്ഞുങ്ങളും നിങ്ങളും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനുണ്ട്. മൈ മോം, when I'm sitting here, I take that respect to her. She always used to teach me everything, and everybody used to tease, like, you know, endine ee kochine evadengilum onnu irthikude. But she used to tell, an idle mind is the devil's workshop. So you should know how to divert your mind with activities. Adinana ee paattu, dance, painting, piano, all those things, right? So adu namukku prize kittunundo illiyo, one day it will show you the light, who you are and how it helped you in your life. That is the message I want to give to all the kids who all participated in this event. And another thing, Toronto Association യൂത്ത് ഫെസ്റ്റിവൽ വേദികൾ എനിക്ക് പുതിയതല്ല. ഒരുപാട് സമയം ഞാൻ ആസ് എ ട്രെയിനർ ഐ ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ യൂത്ത് ഫെസ്റ്റിവൽസ് ഓഫ് മലയാളി സമാജം, യു ഓൾ നോ ദാറ്റ്. പക്ഷേ അതൊക്കെ കുറച്ച് കാലമായിട്ടൊക്കെ മിസ് ചെയ്യണ്ടായിരുന്നു. സോ ത്രൂ കമ്മിങ് ആസ് എ ജഡ്ജ് ആൻഡ് ബീയിങ് പാർട്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ, ദാറ്റ് ഈസ് എ ഡബിൾ ഹാപ്പിനെസ് ഫോർ മീ. പിന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനെ ഒരു വെർച്വലി ഇത് സാധിക്കാന്നുള്ളത് ഇറ്റ് ഈസ് എ great attempt, and hats off to all the volunteers who helped to make this happen. And Manu, keep helping the community like this. ഇങ്ങനെയൊക്കെ മനസ്സ് ഉള്ളവർ മുന്നോട്ട് വരണം. അതിന് നമ്മളെ പോലെയുള്ള ലീഡേഴ്സും വോളണ്ടിയേഴ്സും സപ്പോർട്ട് ചെയ്യണം. And it is our community's pride, right? We keep up the traditions of our country. What come ഏത് ആർട്ട് ഫോം ആണെങ്കിലും വി ഷോക്കേസ്. ആൻഡ് ഐ ഹാവ് എ സ്മോൾ സജഷൻ, ലൈക്ക് സൂര്യകല ടീച്ചർ ടോൾ, ലൈക്ക് നമ്മൾ ആർട്ട് ഫോം, ട്രഡീഷണൽ ആർട്ട് ഫോം എന്ന് പറയുന്നത് അതൊന്നും അന്യം നിന്ന് പോകാൻ പാടില്ല. നമ്മുടെ കേരള ഡാൻസ് ആണെങ്കിലും. ആൻഡ് ഐ വുഡ് ലവ് ടു
pass a message to the kids. Try exploring different art forms when you get an opportunity. ഇപ്പോൾ ഒരു ബാംഗ്ര, ഒരു ഡാൻഡിയ അല്ലെങ്കിൽ ഒരു രാജസ്ഥാനി ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത് it is a good effort and to promote the culture. With that note, thank you and wish you all the best, and thank you all the volunteers who made this happen. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മനു ആൻഡ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം സൈനിങ് ഓഫ്. താങ്ക് യു. I'm sorry. My sincere thanks to Manu, because he is the one, he invited me and introduced these wonderful people to me. Thank you so much, Manu. And then as teacher said, this is artists like us, dance teachers or musicians. It's our duty living in such country, and it's our duty to promote the children and develop the art. For that, as teacher said, 10 hours sitting and judging, that is our duty. So you don't have to say thanks, so many thanks. So we were really blessed to witness such kids. So definitely our support will be here, and all the artists should, only without our supports, I don't think this student can progress in their activities. So it's our duty to do it. Thank you so much. Now Anichichi will present the memento. എല്ലാവരും ഇങ്ങനെ മനു ആൻഡ് ടീമിന് കുറേ നേരമായിട്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് മനുവിൻ്റെ പിന്നിലുള്ള ടീം എന്നറിയാൻ ഞങ്ങൾക്ക് വല്ലാതൊരു ആകാംക്ഷയൊക്കെ ഉണ്ട്. ചാങ് ചാങ്, ഞാൻ ആ 2 കുമ്പിടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. എന്തുകൊണ്ട് കുമ്പിടി എന്ന് വിളിക്കണമെന്ന് ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ അവരെ വെൽക്കം ചെയ്യട്ടെ. ആദ്യം തന്നെ ബൈജു വർഗീസ് ആൻഡ് സാം ചെറിയാൻ. '20 കേരളോത്സവം ഇവരില്ലായിരുന്നെങ്കിൽ എളുപ്പമാവില്ലായിരുന്നു. കാരണം വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നടത്തുന്നത്. അവർ ഇവിടെ എന്താ പറയുക, നമുക്കറിയാം ഇപ്പോൾ ഇവിടുത്തെ ടെക്നിക്കൽ ഇഷ്യൂസ് മാത്രം സോൾവ് ചെയ്യാൻ മാത്രമായിരുന്നില്ല, മറ്റുള്ള പാരൻസിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉള്ളപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ കയറി ആ പെർമിഷനൊക്കെ വാങ്ങി അവരെ കൂടിയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം പലർക്കും കൺഫ്യൂഷനാണ്, എങ്ങനെയാണാവോ, പേടി ഉണ്ടാവും പല പാരൻസിനും. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സൂം പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ ഓൾസോ ഫീലിംഗ് ഓവർവെൽംഡ്. ആൻഡ് അങ്ങനത്തെ ഒരു എന്താ പറയുക, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ശരിക്കും പറഞ്ഞാൽ മുകളിൽ. ഒരുപാട് കൺസോൾസും ഒക്കെ മാനേജ് ചെയ്തുകൊണ്ടൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബൈജു ചേട്ടൻ ആൻഡ് സാം ചെറിയാൻ, ബിഗ് താങ്ക് യു. TMSന്റെ പേരിലും പാരൻസിന്റെ പേരിലും കുട്ടികളുടെ പേരിലും എല്ലാം ഞാൻ അവർക്ക് താങ്ക്സ് പറയാനായിട്ട് ഞാൻ അഗെയിൻ നമ്മുടെ TMS പ്രസിഡന്റിനെ ഏൽപ്പിച്ചു കൊള്ളാണ്, നമ്മുടെ സാബു ചേട്ടൻ. താങ്ക് യു കവിത. എൻ്റെ പ്രസംഗം കേട്ട് ആൾക്കാർ വിഷമിച്ചോ എന്നെനിക്കറിയാൻ പാടില്ല. എന്നാലും പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാവിലെ നമ്മളിത് ആരംഭിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ ചെവിയും തലയൊക്കെ ഇങ്ങനെ പുക പോകുന്നത് കാണാമായിരുന്നു. കാരണം ഇത് ഒരുപാട് സംഗതികൾ ഒന്നിച്ച് കോർഡിനേഷൻ വന്നെങ്കിലേ നമുക്ക് സ്ക്രീനിൽ കിട്ടുള്ളൂ, നമുക്ക് എയറിലേക്ക് പോവുള്ളൂ. ഇതിനു വേണ്ടി ഈ സന്മനസ്സുള്ള ആൾക്കാർ ഈ കാലത്തും കുറവല്ല എന്നുള്ളതിന് 2 ഉദാഹരണങ്ങളാണ് ഈ നിൽക്കുന്ന സാമും ഈ ബൈജു. ഇത് ഞാൻ ഇവിടെ വന്നൊരു ഭംഗിവാക്ക് പോലെ പറയുന്നതല്ല. ഇതിനു മുമ്പും നമുക്ക് ട്രയൽ ഉണ്ടായിരുന്നപ്പോൾ സാം വരുന്നത് ലിസ്റ്റോവലിൽ നിന്നാണ്. 2 hours ജേർണി, 1 way. സോ ഹി മെയ്ഡ് അറ്റ്ലീസ്റ്റ് 4 trips ഐ തിങ്ക്, ആൻഡ് ബൈജു ഓൾസോ. അപ്പോൾ ഇതൊന്നും പ്രതിഫലം പ്രതീക്ഷിച്ച് വരുന്നതല്ല. അതുമല്ല, അവർ ശരിക്കും ക്രാഫ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്. ശരിക്കും മനുവിൻ്റെ കൂടെ നിന്ന് സോളിഡ് സപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണ്. ഞാനിനി ഒത്തിരി പറഞ്ഞ് അതിൻ്റെ ഒരു മഹത്വം കളയുന്നില്ല. വി ആർ സോ മച്ച് താങ്ക്ഫുൾ ആൻഡ് ഇൻഡപ്റ്റഡ് ടു ദീസ് 2 gentlemen.
സാം ചെറിയാനെയും അതുപോലെ തന്നെ ബൈജു വർഗീസിനെയും പ്രത്യേകം സമാജത്തിന് വേണ്ടി, സമാജത്തിൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും വേണ്ടി അഭിനന്ദിക്കുന്നു. മേലിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ സഹകരണം ഉണ്ടാവുമെന്ന് തന്നെ എനിക്കറിയാം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി അവർക്ക് നന്ദി പറയുന്നു. താങ്ക് യു. ബൈജു ചേട്ടാ, സാം ചേട്ടാ, നമുക്കിനി വരും വർഷങ്ങളിലൊക്കെ വെർച്വൽ തന്നെ നടത്തിയാലോ? രസമായില്ലേ? ഇപ്പം നിങ്ങൾ എക്സ്പേർട്സ് ആയില്ലേ? വേണമെങ്കിൽ നമുക്കൊരു അഡ്വൈസറി, ഒരു കമ്മിറ്റിയൊക്കെ തുടങ്ങി അങ്ങോട്ട് സ്ഥിരാക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? It was really a good experience being with TMS and watching all the programs live. It was really good. About you? എല്ലാവരെയും കാണാൻ സാധിച്ച സന്തോഷമുണ്ട്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്ന മനുവിന് നന്ദി പറയുന്നു. താങ്ക് യു. ഇനി മനു ചേട്ടനാണ്, മനുവിൻ്റെ ടീമാണ്. അപ്പോൾ ഐ നോ ലൈക്ക് ഹി ഹാസ് ലോട്ട് ഓഫ് തിങ്സ് ടു ഷെയർ. ഹായ് എവരി വൺ, താങ്ക് യു സോ മച്ച് കവിത. ഞാൻ ആദ്യമേ ജഡ്ജസിൽ നിന്ന് തുടങ്ങാം. ഇനി ഒരു പ്രോഗ്രാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ പ്രാവശ്യം തക്കാലിയുമായിട്ട് നമ്മളിവിടെ പറയുകയാണ്. അതിൽ ഉണ്ണിയും സുജാതയും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ഫാമിലി മെമ്പേഴ്സ് ഫോർ അസ്, യുനോ. ഞാൻ ഓരോ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും അത് എന്താ പറയുക, അവരെ വിളിക്കാറുണ്ട്. അവരുടെ ഗൈഡൻസ് കാര്യങ്ങൾ അത് ത്രൂ ഔട്ട് എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരെന്നോട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ അതിൽ അങ്ങേയറ്റം ഹെൽപ്പ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും അഡീഷണലായിട്ട് എന്താ പറയുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസിന് വേണ്ടി എപ്പോഴും എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് പ്രാവശ്യം സൂര്യല ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് അരുൺ ഗോപിനാഥിനോട് താങ്ക്സ് പറയുകയാണ്. കാരണം അരുൺ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഐ വുഡ് റീച്ച് യു. താങ്ക് യു അരുൺ. എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്. കാരണം നമുക്ക് ഇത്രയും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഉള്ള സമയത്ത് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ടേക്ക് എനി ചാൻസ് ആൻഡ് ഐ വാണ്ടഡ് ദ റൈറ്റ് പീപ്പിൾ ടു ജഡ്ജ് ദം ആൻഡ് വി ഗോട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ ആ സമയവും ഞങ്ങൾ വി അപ്രീഷിയേറ്റ് ദാറ്റ്. ആൻഡ് ഇതുകൂടെ തീരുന്നില്ല. ഇന്ന് ഞാനല്ലെങ്കിൽ നാളെ TMS കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഒരു ഉദ്ദേശമുള്ളൂ, നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നു, നമ്മളെല്ലാം ഇവിടെ എന്താ പറയുക സെറ്റിലായി. ഐ വാസ് സർപ്രൈസ്, ഐ ഹാപ്പൻ ടു ബി ഇൻ ദിസ് പൊസിഷൻ. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ദർ ആർ സോ മെനി യങ് ടാലൻസ് വെൻ യു കമ്പയർ വിത്ത് കേരള അല്ലെങ്കിൽ നമ്മുടെ മലയാളി ഇതിൽ നോക്കുന്ന സമയത്ത് ദേ ആർ റിയലി കോമ്പീറ്റൻറ്റ്. ഒരു ഫാഷന് വേണ്ടി പഠിക്കുന്നവർ മാത്രമല്ല. ഞാൻ ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എഡ്മണ്ടിലൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആൻഡ് ദേ ആർ ലുക്കിംഗ് ഫോർ എ പ്ലാറ്റ്ഫോം. അവർക്ക് ഒത്തിരി സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. ബട്ട് ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ പ്ലാറ്റ്ഫോം ടു കോമ്പീറ്റ് ആൻഡ് യുനോ ഷോ ദെയർ ടാലൻസ്. അവിടെയാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇഫ് ഐ ക്യാൻ ഡു സംതിങ് ഫോർ ദ കമ്മ്യൂണിറ്റി, ഓക്കെ, യുനോ വാട്ട് ഓവർ വേ ഐ ക്യാൻ ഡു, യുനോ. ഞാൻ അതിലേക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തു, കുറച്ചുകൂടി അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്രാവശ്യം ടെക്നിക്കലി വന്ന സമയത്ത് ഇറ്റ് ഈസ് മൈ ഫീൽഡ് ഓഫ് കോഴ്സ്. യുനോ, ഞാൻ ഒരു ടെക്നിക്കൽ ആളാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ ഐഡിയ ഷെയർ ചെയ്ത സമയത്ത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ കമ്മിറ്റിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അവരാരെയും മാറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല. അതേസമയം തന്നെ എൻ്റെ ടെക്നിക്കൽ ടീം അതിൽ ഞാൻ പറഞ്ഞു, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു സെക്കൻഡ് ഹാഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയ്ക്ക് പുറകെ നിൽക്കുന്നൊരു വലിയ മനുഷ്യനുണ്ട്, സേതു. നിങ്ങളയാളെ എപ്പോഴും കാണാറില്ല. ഒരു പക്ഷേ അല്ല, ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് അയാളെ ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. ആൻഡ് ഹി ഈസ് വൺ ഓഫ് ദ എന്താ പറയുക മെയിൻ പേഴ്സൺ. എന്താ പറയുക, എന്നെ ഇത്രയും അസിസ്റ്റ് ചെയ്തതിൽ, ഈ ഒരു പ്രോഗ്രാം ഇത്രയും സക്സസ് ആക്കാൻ സഹായിച്ചതിൽ സേതുവിനുള്ള കോൺട്രിബ്യൂഷൻ ഈസ് ഹ്യൂജ്. പിന്നെ എന്താ പറയുക, സാമും ബൈജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാം. ഞാനിങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഐ ന്യൂ ദാറ്റ് ദർ ഇസ് ഗോയിങ് ടു ബി പ്രോബ്ലംസ്. കാരണം ഇറ്റ്സ് സംതിങ് ടോട്ടലി ന്യൂ, നോബഡി നോസ് അബൌട്ട് ഇറ്റ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്ലിച്ചസ് ഉണ്ടാവാം. ദേ മേ നോട്ട് ബി നോയിങ് ഇറ്റ്. കാരണം വി ഡെയിലി ഡീൽ വിത്ത് clients having problems. We deal with problems every day, and that's what we do every day. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇഫ് എനിബഡി ഡസൻറ്റ് നോ ഹൗ ടു കണക്ട് സൂം, അങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് വാണ്ട് ടു ഇഗ്നോർ ദം. വി വാണ്ട് ടു ഹെൽപ്പ് ദം ആൻഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് കോമ്പറ്റീഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ടെക് ടീം ഒരു ഐഡിയ വന്നതും അത് അറേഞ്ച് ചെയ്തതും. ആൻഡ് ഇത് വേറെ 2 പേരോടുണ്ട്, പോൾ ആൻഡ് ജിത്ത്. അവരിന്ന് ഇവിടെ ഇല്ല. ഇവർ
അടുത്ത വീക്കെൻഡ് നമ്മുടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അവരിപ്പോൾ വിളിച്ചത്. ബട്ട് ഐ ഇൻസിസ്റ്റ് അവരെന്നോട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വി നീഡ് ദം. പക്ഷേ എന്നാലും അറിയാം, അവർ വരാൻ പറ്റിയില്ലെങ്കിൽ, എന്തെങ്കിലും ഫാമിലി റീസൺസ് കൊണ്ട് വരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു, ഐ വാണ്ടഡ് യു ടു സീ ദം. കാരണം നിങ്ങളൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ടാവും, അവരോടെല്ലാം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവും. ദീസ് ആർ ദ പീപ്പിൾ ബിഹൈൻഡ് ദാറ്റ്. താങ്ക് യു സോ മച്ച് സാം ആൻഡ് ബൈജു. ആൻഡ് അഗെയിൻ ഞാൻ സാബുവിനും ജോസ് കുട്ടിക്കും അതുപോലെ തന്നെ അതിന് പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും, അതിന് ഏറ്റവും മുമ്പിട്ട് നിന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് ആനിയുടെ പുറകിലുള്ള ഒരു വലിയ സ്ത്രീപട, എന്താ പറയുക, നിങ്ങൾ ഉച്ചയ്ക്ക് കണ്ടു കാണുവരല്ലേ, ഇവരെല്ലാമാണ് ഞങ്ങളുടെ ശക്തി. ഈ പ്രോഗ്രാം ഇത്രയും സക്സസ് ആക്കിയത് ഇവരെല്ലാം കൂടെ കൂടിയിട്ടാണ്. ഐ ജസ്റ്റ് എന്താ പറയുക, എക്സിക്യൂട്ടഡ് ഇറ്റ്, ലെഡ് ദ ടീം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് എന്തെങ്കിലും അപ്രീസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ സിംപ്ലി ഷെയർ ഇറ്റ് ടു എവറിബഡി എൽസ്. താങ്ക് യു ജഡ്ജസ്. സീ യു അഗെയിൻ നെക്സ്റ്റ് ടൈം. സോറി ടു സേ, ഞാൻ ഒരു കാര്യം മിസ് ചെയ്തു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ 2 ദിവസം ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒത്തിരി അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ. ഓക്കെ, എന്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഇറ്റ്സ് സംതിങ് ടോട്ടലി ന്യൂ വി ആർ ട്രൈങ്. കാരണം എല്ലാവരും വീട്ടിലിരുന്നിട്ട് എന്താ പറയുക, ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ഈസി. ബട്ട് ഇങ്ങനൊരു ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിൽ അതും ലൈവ് പോകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യാനായിട്ട് MC ആയിട്ട് വന്നത് കവിതയാണ്. ഒഫീഷ്യലി കവിത ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറിയില്ല. ആൻഡ് ഓൾസോ വി വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. കവിത ശരിക്കും മാനേജ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ഫ്ലോ നിങ്ങൾ ഓൺലൈനിൽ ഇത് കാണുമ്പം യു വിൽ സീ എവറിത്തിങ് ഈസ് ഫാൻറ്റാസ്റ്റിക്. ബട്ട് എപ്പോഴും ഇൻ ഹൗസ് നിങ്ങൾക്കറിയാം, ഞാനെക്കുറിച്ച് പോകുന്നില്ല. അപ്പം അതിൽ കവിതയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ലോട്ട്. ആൻഡ് താങ്ക് യു കവിത, ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. നീ അത് നന്നായിട്ട് മാനേജ് ചെയ്തു. ആൻഡ് ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തു. ഈ പ്രോഗ്രാം ഒത്തിരി നന്നായിട്ട് എയർ ചെയ്യാനായിട്ട് ഞങ്ങളെ നീ സഹായിച്ചു. അത് സാവിച്ചാനും വിട്ടുപോയൊരു പോയിന്റ് ആയിരിക്കാം. ഐ വിൽ ഗിവ് ഇറ്റ് ഹിം. ഓക്കെ, വൺ സെക്കൻഡ്. കവിതയെക്കുറിച്ച് ഒരു കവിത തന്നെ എഴുതാൻ ഉള്ള വകുപ്പുണ്ട്. ശരിക്കും ഒരു കവിത കൊണ്ട് നിൽക്കില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹാകവിത അല്ലെങ്കിൽ മഹാകവി ആയിട്ട് തന്നെ. ഇത് തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഈ ആങ്കറിങ് അല്ലെങ്കിൽ MCing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കലയല്ല. അതിന് പ്രസരിപ്പുള്ള ഒരു മുഖഭാവവും പ്രസരിപ്പുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ ആൾക്കാരെ പെട്ടെന്ന് തന്നെ അസസ് ചെയ്ത് അവരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, സ്റ്റേജ് പ്രസൻസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ് ഒരു ആങ്കറിങ് അല്ലെങ്കിൽ MC എന്ന് പറയുന്നത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ പോലും മനസാന്നിധ്യം കൈവിടാതെ അത് എന്നാൽ കാണികൾ അറിയാതെ കൈകാര്യം ചെയ്യാനുള്ള, ഞാനത് ഡിഫൈൻ ചെയ്യുമൊന്നും വേണ്ട. എനിവേ, ഇതെല്ലാം വളരെയധികം വളരെ ഒതുക്കത്തോടെ എന്നാൽ അതിഭാഗത്വത്തിലേക്ക് പോകാതെ തന്നെ ഇന്നലെയും ഇന്നും കവിത വളരെ നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്തു. വളരെ പ്ലസൻ്റായിരുന്നു, വളരെ നല്ല ഒരു പ്രസൻറ്റേഷനായിരുന്നു. കണ്ട കുറച്ച് പേര് ഫീഡ്ബാക്ക് പറഞ്ഞു, ഏതാ കുട്ടി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത തവണ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവിതയുടെ റെഫറൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കവിത 8-9 തീയതികളിൽ വരാനായിട്ട് ഞങ്ങളൊരു റിക്വസ്റ്റ് കവിതയോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സാധിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും ഇന്നും ഇന്നലെയും കവിത നമ്മളുടെ കൂടെ ചെയ്ത ഈ ഒരു സർവീസ് വളരെയധികം വാല്യുബിളായിരുന്നു. കവിതയ്ക്ക് ഭാവിയിലേക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും മനുചേട്ടനും സാബു ചേട്ടനും ഞാൻ പഠിപ്പിച്ചു കൊടുത്ത പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നന്നായിട്ട് പൊക്കി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. അതെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ്. ഓ, താങ്ക് യു. മൈ പ്ലഷർ. അഗെയിൻ TMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തറവാട് പോലെയാണ്. അപ്പം എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം എടുക്കാനുള്ള ആ ഒരു സ്പേസ് എനിക്ക് എപ്പോഴും എല്ലാവരും തന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ചേട്ടായിമാരുടെ അടുത്തും എൻ്റെ ചേച്ചിമാരുടെ അടുത്തും ഞാൻ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും ബിഹേവ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. എനിക്കതേ പറ്റുള്ളൂ, വേറെ വഴിയില്ല, സഹിച്ചേ പറ്റൂ.
ഓക്കെ, നമുക്കിനി കുറച്ച് പ്രോഗ്രാംസ് കൂടി ബാക്കിയുണ്ട്. നമ്മുടെ സൂര്യകല മിസ് ഇപ്പം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് ആ ഒരു ദൗത്യം, അതായത് ജഡ്ജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ദൗത്യം. ഡാൻസ് പെർഫോമൻസസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പെർഫോമൻസസ് ഇനിയുള്ളത് സ്പീച്ചാണ്. സ്പീച്ച് ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ മിസ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു കുറേ നേരം താങ്ക്സ് പറഞ്ഞു, മടുത്തു, ബോറടിച്ചു, കുറച്ച് ബ്രേക്ക് എടുക്കാം. TMS Keralotsavam, TMS Keralotsavam. ബന്ധങ്ങളുടെ മൂല്യം പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യമായി സ്വന്തമാക്കുന്ന നിങ്ങളുടെ ഇഷ്ടഭവനവും. മാർക്കറ്റിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി യഥാസമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഞാൻ അലക്സ് അലക്സാണ്ടർ ഫ്രം റിമാക്സ് കമ്മ്യൂണിറ്റി. TMS Keralotsavam, TMS Keralotsavam. മലയാളം സ്പീച്ച് ഇല്ലല്ലോ, മലയാളം ക്യാൻസൽ ചെയ്തു. 7.
ഇത് TMS Keralotsavam 2020. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം സ്പീച്ചാണ് ഇംഗ്ലീഷ്. അത് ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് ജഡ്ജിങ് പാനലിൽ 2 പുതിയ ജഡ്ജസ് കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ലെറ്റ് മീ വെൽക്കം ലാവണ്യ സേതു. ഷീസ് എ മീഡിയ പ്രൊഫഷണൽ. നാട്ടിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇവിടെയും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് വി ആർ റിയലി ഹാപ്പി ടു ഹാവ് യു, ലാവണ്യ. ആൻഡ് ലെറ്റ് മീ ഓൾസോ ഇൻട്രൊഡ്യൂസ് മിസ് ഷീന പോൾ. She's a principal with Durham Catholic District School Board. Welcome. നമുക്ക് കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്യാം. ആദ്യമായി വരുന്നത് ചെസ് നമ്പർ 114 സീനിയർ കാറ്റഗറിയാണ്, വിച്ച് മീൻസ് ഗ്രേഡ് 5 to 8 സ്പീച്ച് ഇംഗ്ലീഷ്. ഓക്കെ, 114. Good evening. A very small thing that cannot be seen with the human eye has kept the whole humankind on a nervous tone. For the community that sent humans to moon and trying to land on Mars is forced to spend months inside their own homes. The topic today is very relevant as COVID-19, the leveler and teacher. William Butler Yeats once famously wrote, "Give me a mask and I'll tell you the truth," implying that staying hidden allows for greater honesty. In these days, where everything is topsy-turvy, it's our masks that tell the truth. They are a visible signifier of our shared fate, that we're in this together, that our fates are intertwined. The cliche of turning the world upside down is often carelessly tossed around, but it's hard to argue with its absence when speaking of the COVID-19 pandemic. An equal opportunity destructive force, it has made no distinction between any of these, whether national boundaries or ethnic origins, likewise economic status or religious beliefs, or other myriad criteria that people conventionally use to separate us from them. The virus is not differentiated between the rich and the poor. In fact, it's taken within its grip some of the powerful figures like Prince Charles, Tom Hanks, and Boris Johnson. The virus is not differentiated between nations. The most powerful nation, United States, is the worst impacted and is grappling with similar issues as any underdeveloped or developing nation. COVID-19 affects us all differently. Sadly, it's not the leveler we all thought it would be. Marginalized groups are disproportionately affected, as are people in different parts of the world. With some reference of COVID-19 as a leveler, I would like to talk more of COVID-19 as a teacher. In my opinion, there are 4 positive things that COVID-19 has taught us. Number 1, our life perspective changes. Pandemic can destabilize everyday social arrangements and assumptions, including social change. Every pandemic has the ability to change society for the better, and I hope it happens also in the case of COVID-19. Number 2, it highlights the power of nature. Many like to think they're the masters of the physical world, including their own body. Now nature, in the form of a tiny virus, is giving us a taste of our own medicines. The virus, like earthquakes, floods, and other natural disasters, is reminding us that humans are also a part of the natural world. Number 3, power of connection. New forms of heroism are emerging among frontline health workers, cleaners, delivery drivers, and volunteers. COVID-19 has created webs of giving and receiving. What people do now counts and can provide a meaning to life, sadly absent in many 9-to-5 jobs. Number 4, power of social learning. Social learning is a significant factor in changing systems. People learn from each other and change their behavior accordingly. We are learning valuable lessons in resilience and human adaptability. We are learning how quickly humans can respond
when faced with a common enemy, a tiny virus. Sustainable development goals, such as elimination of poverty, good health and well being, reduced inequality, and responsible production and consumption, is the only way to move forward for humanity. Let me conclude by mentioning that clapping is not enough. I thank the Compliment Street for doing its job. I clap for the hospital workers, for the supermarket cashiers, and all formerly invisible people whom now I realize I depend on. As we move forward, I wonder, can I give more time to my community? Can I give more to the charities that support building equality? Our skies above our polluted cities will be blue again. The destructive impact of income inequality and disparities in healthcare are now plainly visible. I learned what kind of person I want to be in the new world. Thank you. TMS Keralotsavam, TMS Keralotsavam. ഇത് TMS കേരളോത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് സ്പീച്ചാണ്. അടുത്തതായി വേദിയിൽ ചെസ് നമ്പർ 125. Good afternoon. Have you ever thought if we're ever going to be back to our lives by January of next year? When the clock struck 12 a.m. in the morning on January 1st, 2020, I never had the slightest idea of what the year was going to be like. Staying 6 feet away from our friends, wearing N95 masks on shopping sprees, soaping our hands with hand sanitizers every time we go out, is all the new normal right now. As Bob Dylan says, there's nothing so stable as change. Respected judges, parents, and my dear friends, today I will speak a few words about COVID-19, the leveler, and the teacher. As you all know, the hot news of today's market are COVID-19, the pandemic, self-isolation, social distancing, and frontline workers, etc. But before we go any further on this topic, I would like to ask each one of you a question. What do you think COVID-19 is? Do you think COVID-19 is a leveler, or do you think COVID-19 is a teacher? So let us do a walkthrough on COVID-19 being a leveler and a teacher. In a medical sense, COVID-19 being highly contagious as it is can be thought of as the great leveler. Each person has a different immunity power to make us face the risk of the virus in a sense of common humanity. In a socio-economic sense, it's not as contagious as it is. The job some of us hold gives economic immunity so that we can face the economic risks of the virus in a different sense of interconnectedness. COVID-19 is a deadly threat to the human life on our planet. In the Samana study, it shows a catastrophic event acts as the great leveler. It wipes out millions of lives globally, similar to the Black Death, Russian Revolution, and world wars. Another aspect of COVID-19 is the impact on cultural, social, and economic discrimination.
These discrimination perspectives, when applied to COVID-19 morbidity, the death rate is nurtured by socio-economic inequalities. Yes, of course, we all consider this as a great leveler. But the big hope, the hope that the entire government's response rests on, is that the COVID-19 economic shock will be only temporary. The goal is to freeze the economy until the winds of illness pass by and to start off again where we left off. Above all these things, I would rather consider COVID-19 as a revealer or a teacher that has opened the eyes of the entire world. As Professor Emily Mathis explained on BBC Newsnight that this is not a great leveler, it is a myth that needs debunking, the consequences of which rich or poor suffers the same. Only death is the great leveler that nobody can hide from in this great reality, and that everyone has to leave from this immortal world. The revealer or teacher has arrived in the form of a virus. It teaches us that the market has sent us a signal to tool up, to get better still, and to move onward. It also teaches us to have a sense of hope, a shred of dignity, and an aspiration of a better tomorrow. As Professor Miles Korak says, inequality is a lever that has been robbing many of us in terms of security, prosperity, and dignity. This is what COVID-19 reveals. COVID-19 teaches us many lessons. Value of life, less focus on material objects, more focus on mental health, and doing things that make you happy, and the importance of slowing down. So let's all consider COVID-19 as a revealer or a teacher rather than a leveler. It's a cool saying, no matter what you're going through, there's always a light at the end of the tunnel. So even if we're going through the hardest times of our lives, we must always strive to do our best and get to our goal, and we will always see the positive side of things. With this, I'm concluding my speech. Wish everyone a safe and healthy time ahead. God bless you all. Thank you. GMS Keralotsavam, GMS Keralotsavam. GMS Keralotsavam, GMS Keralotsavam. ഇത് TMS കേരളോത്സവം. നമ്മുടെ അടുത്ത സീനിയർ കണ്ടസ്റ്റന്റ് ചെസ് നമ്പർ 145. ഞാനിത് കട്ട് ചെയ്യട്ടെ.
ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യട്ടെ. Good evening, everyone. I hope you guys are doing very well. Today I will be talking to you about how COVID-19 is not only a leveler, but also a teacher. COVID-19 is one of the very few times in history where we can save the human race by sitting at home and watching TV. Not only has this pandemic become a part of our lives, it has also taught us something that we couldn't have learned otherwise. First of all, we have all adapted to quarantine and staying at home. For some of us, especially the adventurous extroverts, this can be very difficult. We long to get a glimpse of the outside world, and we are always looking for a source of entertainment. Watching TV wasn't exactly the way you thought we could help, but we quite enjoy it. For some of us, we finished many Malayalam movies or English movies within this period of time. I'm probably one of those people. We also try to work out, cook, and try new recipes or to do artwork. The stay-at-home rule does not only affect the adventurous people, it also affects parents with little kids and the elderly. Parents with little toddlers or children try so hard to keep their children entertained, and this can get very exhausting. For the elderly, they miss their company or their family, and they're bored and they're always sad because they're alone. They miss bingo night with their friends or having their family and friends near them. Something we also learned during this pandemic is to be cautious, prepared, and alert. Do you remember in the beginning of quarantine when there was a paper towel shortage? Now we are all prepared and we save our resources and use every last bit of it. Also, ever since coronavirus started, we have become more cautious and alerted of our surroundings. We are afraid to go to shopping in crowded malls or to touch a railing or a handle. We remind ourselves to wash our hands and to sanitize often. We also learned how to social distance with others. We know that every time we enter a grocery store, we quickly remember to stay 2 meters away from others. Although some of us do this, many of us forget or don't even care. That's not good because they're not only endangering themselves, but their families too. Another thing we all learned is that we are all the same, whether we're rich or poor, or any race or any religion, whether we're from America, Canada, or India. COVID-19 can affect any one of us in any age group. It can kill any one of us, and we can't use money or power to escape it. COVID-19 has leveled us all to the same level, which is 0. Throughout the pandemic, we learned that we are all the same and nothing when it comes to controlling our lives. We cannot skip the fact that our lives are in the hands of God and the virus. Also, we must learn that forgiving your friends for an old problem or telling someone you're sorry is very important because you don't know if they will be here tomorrow. Let us all realize the fact that we are all the same. Together, we can avoid the virus by obeying the rules the healthcare ministry has given us. Just remember, we are all in this together and to enjoy the time with our loved ones. Also remember to be grateful for all the things we do have in life, because many people do not have. I would like to take this moment to thank all the frontline workers. Thank you. GMS Keralotsavam. GMS Keralotsavam. ബന്ധങ്ങളുടെ മൂല്യം പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യമായി സ്വന്തമാക്കുന്ന നിങ്ങളുടെ ഇഷ്ടഭവനവും. മാർക്കറ്റിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി യഥാസമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സ്വന്തമായൊരു വീട്
എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. ഞാൻ അലക്സ് അലക്സാണ്ടർ ഫ്രം റിമാക്സ് കമ്മ്യൂണിറ്റി. GMS Keralotsavam, GMS Keralotsavam. TMS കേരളോത്സവത്തിൽ അടുത്ത കണ്ടസ്റ്റന്റ് 189. ഇത് സീനിയർ ലെവൽ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പീച്ച് ഇംഗ്ലീഷ്. ഷീ ഈസ് അവർ സെക്കൻഡ് ലാസ്റ്റ് കണ്ടസ്റ്റന്റ്.
TMS Keralotsavam, TMS Keralotsavam. ഇത് TMS കേരളോത്സവം 2020. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് ഫോക്ക് ഡാൻസിൻ്റെ റിസൾട്ട്സ് ആണ്. എനിക്കറിയാം എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ റിസൾട്ട്സിൽ അധികം ടൈം കളയാണ്ട് തന്നെ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം സൂപ്പർ സീനിയർ വേണോ, സീനിയർ വേണോ, ജൂനിയർ വേണോ? ജഡ്ജസ് സൂപ്പർ സീനിയർ തുടങ്ങട്ടെ. ഓക്കെ, സൂപ്പർ സീനിയർ. ആകെ 3 മത്സരാർത്ഥികൾ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ജഡ്ജസിന് വല്ലാതെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. അപ്പോൾ റിസൾട്ട്സ് വന്നപ്പോൾ 2ാം സ്ഥാനം ടൈ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പേർക്ക് കൊടുക്കുകയാണ്. അമുദ ജയപാൽ ആൻഡ് മേഘ്ന കാർത്തിക് 2 പേരും സെക്കൻഡ് വിന്നേഴ്സാണ്. സൂപ്പർ സീനിയർ വിന്നർ, ഫസ്റ്റ് വിന്നർ ഇസ് ഹാർവി കറാത്ത. നേരത്തെ പറഞ്ഞ പോലെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ജഡ്ജസിൻ്റെ മാർക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഈക്വൽ മാർക്സ് ആയിപ്പോയി. അതുകൊണ്ടാണ് സെക്കൻഡ് 2 പേർക്കും വന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു സീനിയർ. 2 പാർട്ടിസിപ്പൻസേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്കൊരു വിന്നറേ ഉള്ളൂ. മൈഥിലി പണിക്കർ. അടുത്തതായി ജൂനിയർ ഫോക്ക് ഡാൻസ്. 2 കണ്ടസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അവർ വിന്നർ ഇസ് ശ്രേഷ്ഠ രാജീവ്. ബിഗ് കൺഗ്രാറ്റുലേഷൻ, എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു senior English speech. Our final contestant is 180, senior final. Okay. Ready. If anything kills over 10 million people over the next decades, it is most likely to be a highly infectious virus rather than a war. The predictions of Bill Gates have become real. Almost 100 years after the Spanish flu, corona is killing millions of people worldwide. And no, I'm not talking about the beer corona. We're not having a beer apocalypse like the Cloudy and the Chance of Meatballs movie. Some people like to call COVID-19 a leveler and teacher. I agree, probably a leveler, but definitely a teacher. Hello, I'm Shreya, and I'll be talking about COVID-19, the leveler and teacher. Who is immune to COVID-19? Study shows no one is immune to the coronavirus. It can affect most of us once it reaches to our respiratory system. Even if you're rich, young, or powerful, the virus still can take you down. A lot of famous and powerful people from different walks of life got infected by the coronavirus, like prime ministers, their wives too, Hollywood and Bollywood actors. This list is long. However, if you consider the COVID-19 deaths, we can't see the leveler effect. The people who died are old, vulnerable, mainly frontline workers.